2008 മെയ് 16 ഉത്തർപ്രദേശിലെ നോയിഡയിലെ സെക്ടർ 25-ൽ ഡോക്ടർ രാജേഷ് തൽവാർ, നൂപൂർ തൽവാർ ദമ്പതികളുടെ വീട്ടിലേക്ക് രാവിലെ ജോലികൾക്കായി പോവുകയാണ് ഭാരതി. വാതിൽ മുട്ടിയതും തുറക്കുന്നില്ല. സാധാരണ വേലക്കാരനായ ഹേമരാജ് വന്ന് തുറക്കാറാണ് പതിവ്. പക്ഷെ അന്ന് വാതിൽ മുട്ടിയിട്ട് ആരും വന്നില്ല. ബെല്ലടിച്ചപ്പോൾ ഭാര്യ നൂപൂർ വന്നുകൊണ്ട് വാതിൽ തുറക്കുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. 2 ഡോറുകൾ കൂടി തുറക്കാനുണ്ട്. ആ വാതിലുകൾക്കിടയിലാണ് വേലക്കാരനായ ഹേമരാജിന്റെ റൂം. ഹേമരാജിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ഫോൺ റിങ് ചെയ്തിരുന്നു, പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഭാരതിയോട് ഹേമരാജ് വരും വരെ കാത്തു നിൽക്കാനാണ് നൂപൂർ പറയുന്നത്. അപ്പോൾ ഭാരതി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാകുമല്ലോ, അത് തരാൻ പറയുന്നു. മുകളിലൂടെ വന്നുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഭാരതിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. താക്കോൽ എടുത്തു വരുമ്പോഴാണ് ഭാരതി ഒരു കാര്യം ശ്രദ്ധിച്ചത്. 2 വാതിലും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യ വാതിൽ ചാരിയിട്ടിട്ടും രണ്ടാമത്തെ വാതിൽ പുറത്തു നിന്നും താഴിട്ടിട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ഭാരതി ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത്. അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവരുടെ ഏക മകളായ ആരോഷിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഡോക്ടർ രാജേഷ് തൽവാറും നൂപൂർ തൽവാറും ഒരുമിച്ച് പഠിച്ചവരാണ്. ആ കാലത്തുള്ള അവരുടെ പ്രണയമാണ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തുന്നത്. സ്വന്തമായിട്ടൊരു ക്ലിനിക് തുടങ്ങുക എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. പിന്നീട് അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. അവരുടേതൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മകളെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണത്. മകളുടെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി അച്ഛനൊരു ഡിജിറ്റൽ ക്യാമറ അവൾക്ക് സമ്മാനമായി നൽകുന്നുണ്ട് അന്ന് രാത്രി. അതിലൊരുപാട് ഫോട്ടോസ് അന്ന് തന്നെ അവൾ എടുക്കുന്നുമുണ്ട്. രാത്രിയിൽ അച്ഛൻ നെറ്റ് ഉപയോഗിക്കുമ്പോൾ നെറ്റ് കട്ടാവുകയും വൈഫൈ മോഡം ഒന്ന് ഓഫാക്കി ഓണാക്കാൻ ഭാര്യയെ പറഞ്ഞയക്കുന്നുമുണ്ട്. മോഡം വെച്ചിരിക്കുന്നത് മകളുടെ മുറിയിലാണ്. 13 വയസ്സുള്ള മകളുടെ റൂമിലേക്ക് അമ്മ നൂപൂർ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അവൾ അവിടെ ചേതൻ ഭഗത്തിന്റെ 3 മിസ്റ്റേക്സ് എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോഡം ഓഫാക്കി ഓണാക്കിയതിനു ശേഷം അമ്മ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. തൻ്റെ മകളെ ജീവനോടെ അവസാനമായി കാണുന്നൊരു കാഴ്ചയായിരുന്നു അതെന്ന് നൂപൂറിന് അറിയില്ലായിരുന്നു. ഈ ഒരു മരണവിവരം അറിഞ്ഞ നാട്ടുകാരെല്ലാം തന്നെ ആ വീട്ടിലേക്ക് ഇരച്ചു കയറുകയാണ്. കൂടെ ലോക്കൽ ചാനലുകാരുമുണ്ട്. പിന്നീടാണ് പോലീസ് വരുന്നത്. പോലീസ് വന്ന ശേഷം അവിടെയുള്ള ആൾക്കാരൊന്നും മാറ്റാൻ ശ്രമിക്കുന്നതേയില്ല. വളരെ ലാഘവത്തോടെയാണ് അവർ പെരുമാറുന്നത്. ക്രൈം സീനിലേക്ക് നാട്ടുകാർ വന്നുകൊണ്ട് ഒരു പ്രദർശനം പോലെ എല്ലാവരും കണ്ടുപോകുന്നു. പോലീസുകാരൻ അതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഈ ഒരു നടുക്കം വിട്ടു മാറാൻ നിൽക്കുകയാണ് അച്ഛനും അമ്മയും. അതിനിടയിൽ തന്നെ രാജേഷ് ഹേമരാജിനെ കാണാനില്ല എന്നും അയാളെ കണ്ടെത്താൻ വേണ്ടി പോലീസുകാരനോട് പറയുന്നുമുണ്ട്. അതിനിടയിൽ ഒരാൾ വന്നുകൊണ്ട് ടെറസിലേക്കുള്ള വാതിലിന്റെ ലോക്കിൽ രക്തമുണ്ടെന്ന് പറയുന്നു. പോലീസുകാരൻ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. ടെറസിലേക്ക് പോകുന്ന കോണിപ്പടിയിലും രക്തം കാണുന്നുണ്ട്. ആ പറഞ്ഞ ആളെ പോലീസുകാരൻ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ടെറസിന്റെ വാതിൽ തുറന്നു നോക്കാമെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് താക്കോൽ കാണാനുമില്ല. പോലീസുകാരനോട് അത് പൊളിച്ചു കയറാമെന്ന് പറയുമ്പോൾ പോലീസിന്റെ ഡ്യൂട്ടി അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു കൊലപാതക വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. നാഷണൽ മീഡിയാസ് വരെ റിപ്പോർട്ട് ചെയ്യുന്നു. പലരും പല കഥകളാണ് പറയുന്നത്. എല്ലാം ഹേമരാജിനെ കുറിച്ചും ആരോഷിയെ കുറിച്ചുമുള്ള കഥകളാണ്. UP പോലീസ് ഹേമരാജിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശവശരീരം ക്രിമേഷന് കൊണ്ടുപോകുന്നു. അതിനുശേഷം ചിതാഭസ്മം നദിയിൽ ഒഴുക്കാൻ കൊണ്ടുപോവുകയാണ് കുടുംബം. അതിനിടയിലാണ് അവർക്കൊരു ഫോൺ കോൾ വരുന്നത്. വീട്ടിൽ നടന്ന കൊലപാതകം അറിഞ്ഞ് ആ പ്രദേശത്തെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാൾ ആ വീട് സന്ദർശിക്കുന്നുണ്ട്. അയാൾക്ക് പല സംശയങ്ങളും തോന്നുന്നുണ്ട്. ആ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും നാട്ടുകാരും ചേർന്നുകൊണ്ട് ടെറസിലേക്കുള്ള വാതിൽ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മറ്റൊരു ശവശരീരം കാണുന്നത്. രാജേഷും നൂപൂറും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ജഡം കുറച്ച് പഴകിയിട്ടുണ്ട്. ആ ജഡത്തിലുള്ള വസ്ത്രവും ചെരുപ്പും കണ്ടുകൊണ്ട് അത് ഹേമരാജ് തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ആ സമയത്താണ് അവിടെ ചുമരിൽ രക്തം കൊണ്ടുള്ള ഒരു കൈയടയാളം അവർ കാണുന്നത്. പോലീസുകാരൻ അതിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പോലീസുകാർ ആ ശവശരീരവും പരിശോധിക്കുന്നു. 2 പേരും കൊല്ലപ്പെട്ടത് ഒരേ രീതിയിലാണ്. തലക്കൊരടിയേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ കഴുത്തു മുറിച്ചിട്ടുമുണ്ട്. വേലക്കാരൻ ഹേമരാജിന്റെ ശവശരീരം കണ്ടെത്തിയതോടെ പ്രതി ആരാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. വൈറലായി മാറിയ ഒരു കേസിൽ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ വേണ്ടി പൊളിറ്റിക്കൽ പ്രഷർ പോലീസിന് മേലുണ്ടാകുന്നു. UP പോലീസിനോടൊപ്പം ദില്ലി പോലീസ് കൂടി അന്വേഷണത്തിൽ ഒത്തുചേരുന്നു. 2 പേരും ചേർന്നുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്തുന്നു. UP പോലീസ് അപ്പോൾ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. കൊല്ലപ്പെട്ട ആരോഷിയുടെ പേര് പോലും തെറ്റായിട്ടാണ് അവർ പറയുന്നത്. കൊല ചെയ്തത് അച്ഛൻ രാജേഷ് തൽവാറാണെന്നാണ് UP പോലീസ് പറയുന്നത്. വീട്ടിലുള്ളത് ആകെ 4 പേർ. അതിൽ 2 പേർ കൊല്ലപ്പെട്ടാൽ ബാക്കി 2 പേരായിരിക്കുമല്ലോ പ്രതികൾ എന്നത്. ആ രാത്രി വീട്ടിലേക്ക് ആരും വന്നതായോ പോയതായോ ആരും തന്നെ കണ്ടിട്ടില്ല. ചിതാഭസ്മം ഒഴുക്കുന്ന സമയത്ത് പൂജാരി കൊടുത്ത ഷീറ്റിൽ മരണസമയം 2 മണിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിയാതെ രാജേഷ് അതെങ്ങനെ പറഞ്ഞു? ആ ഒരു വീട്ടിൽ 2 കൊലപാതകം നടന്നിട്ടും ഒരു ശബ്ദം പോലും ഭാര്യയും ഭർത്താവും കേട്ടില്ല എന്ന് പറയുന്നതും പോലീസ് വിശ്വസിക്കുന്നില്ല.
കൊലപാതകത്തിന്റെ കാരണമാണ് പോലീസ് പറയുന്നത് ഏറെ വിചിത്രമായ ഒന്ന്. രാജേഷിന് തന്റെ ക്ലിനിക്കിലെ മറ്റൊരു ഡോക്ടറുമായി അവിഹിത ബന്ധമുണ്ടെന്നും അത് ഹേമരാജിന് അറിയാമെന്നും ആരോഷിക്കും അതറിയാമെന്നും അതുകൊണ്ട് രണ്ടുപേരെയും ആരോഷിയുടെ റൂമിൽ വെച്ച് കൊലപ്പെടുത്തുകയും ഹേമരാജന്റെ ശവശരീരം ടെറസിന്റെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയിടുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. പിറ്റേന്ന് പോലീസ് രാജേഷിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. തന്റെ മകളെ താൻ കൊല്ലില്ല എന്നും തന്നെ പീഡിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ മീഡിയക്ക് മുമ്പിൽ വാവിട്ട് കരയുന്നു. ചോദ്യം ചെയ്യുമ്പോൾ താൻ നിരപരാധിയാണെന്നാണ് രാജേഷ് പറയുന്നത്. അന്ന് രാത്രി വീട്ടിൽ ഇന്റർനെറ്റ് പുലർച്ചെ 3 മണിവരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും വൈഫൈ റോട്ടർ പല സമയങ്ങളിലായി ഓണും ഓഫുമായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. അതിന് വ്യക്തമായൊരു ഉത്തരം രാജേഷിന് നൽകാനും കഴിയുന്നില്ല. പക്ഷേ 15-ാം ദിവസം തന്നെ സെൻസേഷണലായ ഈ ഒരു കേസ് UP പോലീസിൽ നിന്നും CBIക്ക് കൈമാറുന്നുണ്ട്. CBIയിൽ നിന്നും അരുൺകുമാറാണ് കേസ് അന്വേഷിക്കാൻ എത്തുന്നത്. തന്റെ ഫോറൻസിക് ടീമുമായി വന്ന അരുൺകുമാർ വീട് മൊത്തം പരിശോധിക്കുന്നു. അതിനിടയിലാണ് ഹേമരാജിന്റെ റൂമിൽ ഒരുപാട് മദ്യക്കുപ്പികൾ കാണുന്നത്. പലരും ഉപയോഗിച്ച ഗ്ലാസുകളും അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ഹേമരാജ് മദ്യപിക്കാറില്ല എന്ന കാര്യമാണ് നൂപൂർ പറയുന്നത്. അരുൺകുമാർ പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ രണ്ടാമത്തെ ബോഡി കണ്ടെത്തിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. താൻ വന്ന ദിവസം ഹേമരാജൻ റൂമിൽ കയറിയപ്പോൾ അവിടുത്തെ ബാത്റൂം പലരും ഉപയോഗിച്ച പോലെ തനിക്ക് തോന്നിയെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. UP പോലീസ് കളക്ട് ചെയ്ത ഫോറൻസിക് തെളിവുകളെല്ലാം തന്നെ CBIക്ക് കൈമാറുന്നു. അവർ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റുകൾ ഒന്നുപോലും തന്നെ വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. ശാസ്ത്രീയമായ രീതിയിലായിരുന്നില്ല UP പോലീസ് അന്ന് ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്തത്. ടെറസിൽ കണ്ടെത്തിയ കൈയടയാളത്തെക്കുറിച്ചൊന്നും തന്നെ ഫോറൻസിക് റിപ്പോർട്ടിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഫോറൻസിക്കാർ അത് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കേസിന്റെ തുടക്കത്തിൽ തന്നെ UP പോലീസ് നടത്തിയ അലംഭാവമാണ് കേസ് ഇങ്ങനെയാക്കി തീർത്തത്. അവർ ശാസ്ത്രീയമായ രീതിയിൽ ഒന്നും തന്നെ കളക്ട് ചെയ്തില്ല. അവർ കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റ് പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും വ്യക്തമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കേസിൽ ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി ശാസ്ത്രീയമായി കളക്ട് ചെയ്ത സാമ്പിൾസ് പോലും കണ്ടാമിനേറ്റഡ് ആയി പോവുകയാണ് ചെയ്തത്. UP പോലീസ് പറഞ്ഞ പോലെ രാജേഷാണ് കൊലപാതകിയെന്ന് CBI വിശ്വസിക്കുന്നില്ല. അതിന് തക്കതായ കാരണങ്ങളുമുണ്ട്. അവർ പറഞ്ഞ പോലെ ഡോക്ടർക്ക് അങ്ങനെ ഒരു അവിഹിത ബന്ധമുള്ളതായി ആരും തന്നെ പറഞ്ഞിട്ടില്ല. ചിതാഭസ്മം ഒഴുക്കണമെങ്കിൽ പൂജാരിക്ക് മരണസമയം അറിയണമെന്ന് പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന ആൾ ഗസ് ചെയ്തുകൊണ്ട് 2 മണിയെന്ന് പറഞ്ഞതാണെന്നും താൻ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും രാജേഷ് പറയുന്നുണ്ട്. മറ്റൊന്നായിരുന്നു വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ട് ആ ശബ്ദം രാജേഷും ഭാര്യയും കേട്ടില്ല എന്നത്. അതിനവർ പറഞ്ഞ കാരണം അവരുടെ റൂമിലെ 2 AC കേടാണെന്നും അത് ഓണാക്കി കഴിഞ്ഞാൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നും ആ ശബ്ദത്തിൽ പുറത്തുനിന്നും ഒന്നും കേൾക്കാൻ കഴിയില്ല എന്നുമാണ്. ആ കാര്യം പരിശോധിക്കാൻ വേണ്ടി അനിൽകുമാറും CBI സംഘവും ഒരു ടെസ്റ്റ് തന്നെ നടത്തുന്നുണ്ട്. വീട്ടിൽ വന്ന് AC ഓണാക്കി നോക്കുമ്പോൾ അത് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. വാതിലടച്ചുകൊണ്ട് അവർ അകത്ത് നിൽക്കുകയും പുറത്തുനിന്നും ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കി നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അകത്തുനിന്ന് ഒന്നും തന്നെ കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് CBIക്ക് ബോധ്യപ്പെടുന്നു. At the real crime time basis, we switched on the AC of Dr. Talwar's bedroom and Arusi's bedroom. The room was locked and the experts found that no sound either of the step or opening of the door was heard. Even CBI കണ്ടെത്തിയ ഈ കാരണങ്ങളാൽ തന്നെ രാജേഷിനെ ജയിൽ മോചിതനാക്കുന്നു. അപ്പോഴും ആരാണ് കൊലപാതകി എന്ന് കണ്ടെത്താനായിട്ടില്ല. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ ഹേമരാജൻ റൂമിൽ മറ്റു ചിലർ വന്നിട്ടുണ്ടോ? എന്നാൽ ആരായിരിക്കും അവർ?